വാഴയിലയിൽ ചോറ് കഴിക്കാം. അപ്പോൾ വാഴയിലയിൽ ചോറ് കഴിക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് കറികളൊന്നുമില്ല. നമുക്കപ്പോൾ അച്ചാർ വെച്ച് കൊടുക്കാം. അച്ചാർ വെച്ച് കൊടുത്തിട്ട് അവിയൽ കൊടുക്കാം. പിന്നെ ഉണക്കമീൻ ഫ്രൈ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ആ തേങ്ങാക്കൊത്ത് വരട്ടി എടുത്തതാണ്. അപ്പോൾ ഫ്രൈയും കൂടെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ചോറിട്ട് കൊടുക്കാം. ഇത് തന്നെ ധാരാളമാണ് കേട്ടോ. പിന്നെ നല്ല മോര് കറി ഒഴിച്ച് കൊടുക്കാം. ഒന്നുമില്ലായ്മയിൽ ഇത് ഭയങ്കര സംഭവമാണ് അല്ലേ? അപ്പം ഞാൻ കഴിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി. വാഴയിലയിൽ തിന്നാനൊരു മോഹം, അതുകൊണ്ടാണ്. ഇത് തേങ്ങാപ്പീര നമ്മൾ ഫ്രൈ ആക്കിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പീര ലാസ്റ്റ് ഇട്ട് ഫ്രൈ ആക്കുമ്പോൾ ഒരല്പം ഉപ്പ് കൂടെ ചേർക്കാം. കാരണം ആ എണ്ണയ്ക്കകത്ത് ലൈറ്റായിട്ട് ഉപ്പ് കാണും, പക്ഷെ കുറവായിരിക്കും. ഞാനിന്ന് ഒരു പറ ചോറ് കഴിക്കും. പക്ഷെ പറ്റില്ല കേട്ടോ, പണ്ടത്തെ പോലത്തെ ഫുള്ളിങ്ങൊന്നും ഇല്ല ഇപ്പോൾ, പറ്റില്ല. ഇത് വെറുതെ ഒരു ആഗ്രഹം കൊണ്ടങ്ങ് പറയുന്ന, നടക്കാത്ത കേസാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഉണക്കമീനും ഈ മോരുകറിയും മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. ഞാൻ പിന്നെ എനിക്ക് പക്ഷേ ചോറ് വെച്ചാൽ ഒരു 5 കറിയെങ്കിലും വേണം കേട്ടോ. അത് പൊങ്ങച്ചം പറയണമെന്നല്ല, എൻ്റെ കുഞ്ഞുനാളിലെ അങ്ങനെ വീട്ടിൽ വയ്ക്കുന്നത് കണ്ടും അങ്ങനെ കഴിച്ച് ശീലിച്ചു. ഒരു കറിയൊന്നും വെച്ച് അങ്ങനെ കഴിച്ച് ശീലിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ശീലമാണ്, എനിക്ക് ആ ടേസ്റ്റാണ്.